ഇപ്പോൾ VK സനോജ തത്സമയം ചേരുകയാണ്. സനോജ, എന്തൊക്കെയാണ് പരാതിയിൽ നിങ്ങൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾ? ഈ പരാതി കൊടുക്കാനിടയായ സാഹചര്യം അത് നമ്മൾ അന്ന് ചാനലിലൂടെ കണ്ടതാണ്, 2 ചാനലിലൂടെയും. ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു സഖാവ് CH. ആ CH-നെ കുറിച്ചാണ് അങ്ങേയറ്റം വസ്തുതാവിരുദ്ധമായിട്ടുള്ള, ചരിത്രവിരുദ്ധമായിട്ടുള്ള, വർഗീയ ഉള്ളടക്കമുള്ള ഒരു പരാമർശം കേരളത്തിലെ മുഖ്യധാര കേൾക്കാമോ? പറഞ്ഞോളൂ സനോജ്, കേൾക്കാം. കേരളത്തിലെ പ്രധാനപ്പെട്ട 2 ചാനലിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചാനൽ അവതാരകന്മാർ തന്നെ വന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലൊരു കാര്യമുള്ളത്, ആദ്യം ഈ ഇത്തരം ഒരു പരാമർശം നടത്തിയത് മീഡിയ വണ്ണിലെ ഒരു എഡിറ്ററായിട്ടുള്ള ദാവൂദാണ്. മീഡിയ വണ്ണിന്റെ താല്പര്യം എന്താണ്, മീഡിയ വണ്ണിനെ മുന്നോട്ട് നയിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണ് എന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം. അതേ കാര്യങ്ങൾ തന്നെ റിപ്പോർട്ടർ ചാനലിലെ അവതാരകയായിട്ടുള്ള സ്മൃതി പരുത്തിക്കാടും അത് തന്നെ വള്ളി പുള്ളി വിടാതെ ആവർത്തിക്കുകയാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് ഈ മാധ്യമങ്ങളെ വളരെ കൃത്യമായി നിരീക്ഷിക്കുന്ന എല്ലാവർക്കും അത്ഭുതം തോന്നിപ്പോവാണ്. സാധാരണ നിലയിൽ ഈ ഗോഡി മീഡിയ എന്ന് പറയുന്ന പേരെടുത്ത് പറയുന്ന ഈ ഉത്തരേന്ത്യയിലെ ദേശീയ മാധ്യമപ്രവർത്തകരുണ്ട്. അപ്പൊ അവര് BJP എഴുതി കൊടുക്കുന്ന ഈ പ്രൊപ്പഗണ്ട കള്ളങ്ങള് ഒരുപോലെ ആവർത്തിച്ച് പ്രചരിപ്പിക്കുന്ന നമ്മൾ കാണാറുണ്ട്. പക്ഷെ മലയാളത്തില് ഇങ്ങനെ അപൂർവമാണ്. പക്ഷെ ഇപ്പൊ ഇവിടെ ഒരു മടിയുമില്ലാതെ, യാതൊരു ലജ്ജയുമില്ലാതെ ഇത്തരം കാര്യങ്ങൾ ഇടതുപക്ഷത്തിനെതിരായിട്ട് ഇവർ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു കാരണവശാലും അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. CH-നെ പോലെയുള്ള മഹാനായിട്ടുള്ള മനുഷ്യൻ, CH കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് മാത്രമല്ല, ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ച ആളാണ്. CH സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ച ആളാണ്. ഇങ്ങനെ CH-ന്റെ ചരിത്രം ഒട്ടുമേ അറിയാത്ത, CH ആരാണെന്ന് പോലും അറിയാത്ത ഒരാളായിട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തക മാറുന്നു എന്നത് നമ്മുടെ മാധ്യമ മേഖല എങ്ങോട്ടേക്ക് പോകുന്നു എന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട സൂചനയാണ്. അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ പ്രവർത്തകരുടെ, നിങ്ങളുടെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തേണ്ട, ഇതുമായി ബന്ധപ്പെട്ട തിരുത്തലുകൾ വരുത്തേണ്ട ഒരു സന്ദർഭമാണെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലാതെ എങ്ങനെയാണ് ഇത്തരം വാർത്തകൾ പടച്ചുവിടാൻ വേണ്ടി കഴിയുന്നത്? ഇവിടെ എന്താ പ്രശ്നം? ഇപ്പൊ വടകരയെ മുൻനിർത്തിയിട്ട് വടകരയിലെ UDF-നെ ഏറ്റിട്ടുള്ള പരിക്ക് അത് ഇല്ലാതാക്കാൻ വേണ്ടി ഒരുപറ്റം ആളുകൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. വടകരയിൽ ഞങ്ങള് വളരെ കൃത്യമായ രാഷ്ട്രീയമാണ് മുന്നോട്ട് വെച്ചത്. അങ്ങനെ രാഷ്ട്രീയം പറയുന്ന വടകരയിലെ ശൈലജ ടീച്ചർ എന്ന ഏറ്റവും ജനപ്രിയമായിട്ടുള്ള സ്ഥാനാർത്ഥിയെ രാഷ്ട്രീയം പറഞ്ഞ് തോൽപ്പിക്കാൻ വേണ്ടി കഴിയില്ല എന്ന നില വന്നപ്പോഴാണ് വടകരയിൽ കടുത്ത വർഗീയ കാർഡുമായിട്ട് കോൺഗ്രസ്, UDF, വടകരയിലെ സ്ഥാനാർത്ഥി ഉൾപ്പെടെ രംഗത്ത് വന്നത്. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. റിപ്പോർട്ടർ ചാനലിൽ തന്നെ അരുൺകുമാർ നടത്തിയിട്ടുള്ള അശ്വമേധം പരിപാടിയുടെ ഭാഗമായി ടീച്ചർ കൊടുത്ത ഒരു ബൈറ്റ് അത് തന്നെ അടർത്തിയെടുത്ത് അത് തന്നെ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചപ്പോ മീഡിയ ആ റിപ്പോർട്ടർ ചാനലിൽ തന്നെ അവതാരകര് പിറ്റേ ദിവസം വന്ന് അത് തെറ്റായിരുന്നു, ടീച്ചർ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് പറയേണ്ടി വന്നു. എന്തായിരുന്നു അതിന്റെ ഉള്ളടക്കം? അവർ പറയാൻ ശ്രമിച്ചത് ശൈലജ ടീച്ചർ മുസ്ലിം വിരുദ്ധമായ ഒരാളാണ്, അതുകൊണ്ട് മുസ്ലിം വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുന്നു, മുസ്ലിം വിരുദ്ധമായ നിലയിൽ പ്രസംഗിക്കുന്നു, മുഹമ്മദ് നബിയെ അപമാനിക്കുന്നു എന്നൊക്കെയുള്ള വീഡിയോ ക്ലിപ്പിങ്ങുകളാണ് പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത്. അപ്പൊ അത് കയ്യോടെ പിടിക്കപ്പെട്ടു. അപ്പൊ കേരളീയ സമൂഹത്തിന് മുന്നിൽ ശൈലജ ടീച്ചറെ പോലെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ മുസ്ലിം വിരുദ്ധയായ ഒരാളായി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ആര് ശ്രമിച്ചു? അതിന് നേട്ടമാർക്കാണ് ഉണ്ടാവുന്നത്? ശ്രമിച്ചത് ഷാഫിയും അവിടെയുള്ള UDF-ന്റെ നേതൃത്വമാണ്. സനോജ്, നോക്കൂ, ഇപ്പോൾ ഇത്തരം പരാമർശങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട 2 ചാനലിൽ നിന്നുണ്ടാകുന്നു. അത് അബദ്ധത്തിൽ സംഭവിച്ചതല്ല, അല്ലെങ്കിൽ ചരിത്ര വസ്തുതകളെ തെറ്റായി അറിയാതെ കോട്ട് ചെയ്തതല്ല, ബോധപൂർവം അതിനെ അങ്ങനെ ആക്കി തീർക്കുകയായിരുന്നു എന്നുള്ളതാണോ നിങ്ങൾ സംശയിക്കുന്നത്? 57-ലെ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലം തന്നെ വേറെയായിരുന്നു. വളരെ ബോധപൂർവം, ഒരു സംശയവുമല്ല, വളരെ ബോധപൂർവം. അതായത് ഇവർ പറയുന്ന ഈ ചരിത്ര വസ്തുത ആദ്യം ഫേസ്ബുക്കിൽ എഴുതിയ ആൾ അത് ജമാഅത്തെ ഇസ്ലാമിയുടെ വേണ്ടപ്പെട്ട നവമാധ്യമത്തിന്റെ അകത്ത് അവർക്ക് വേണ്ടി ഇടപെടുന്ന ഒരാളാണ്. അപ്പൊ ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടി, SDPIക്ക് വേണ്ടി, ഇത്തരം ഗ്രൂപ്പുകൾക്ക് വേണ്ടി ഫേസ്ബുക്കിനകത്ത് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാളിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ വരികളാണ് വള്ളി പുള്ളി വിടാതെ ദാവൂദും പറഞ്ഞത്. ആ ദാവൂദ് പറയുന്ന കാര്യങ്ങൾ അതേപടി വള്ളി പുള്ളി വിടാതെ സ്മൃതി പരുത്തിക്കാടും അവതരിപ്പിച്ചത്. എങ്ങനെ സംഭവിക്കുന്നു? ഇതെന്തെങ്കിലും യാദൃശ്ചികമാണോ? ഒരു യാദൃശ്ചികമല്ല. അപ്പൊ സ്മൃതി പരുത്തിക്കാടിനെ പോലെ ഒരാള് പറയുന്ന വാക്കിനോട് ഉത്തരവാദിത്വം പുലർത്തണം. ആരെക്കുറിച്ചാണ് പറയുന്നത് ധാരണ വേണം, ഏത് കാലത്തെ കുറിച്ചാണ് പറയുന്നത് വേണം.
അങ്ങനെ പഴയ കാലത്ത് ജീവിച്ച് മരിച്ചുപോയ ഒരാളെ കുറിച്ച് പറയുമ്പോൾ അതിന് ചരിത്രപരമായ എന്തെങ്കിലും തെളിവിന്റെ പിൻബലം ഉണ്ടാവണം. ഇത് യാതൊരു തെളിവിന്റെ പിൻബലവുമില്ലാതെ ഇവിടെ സംഘപരിവാർ എങ്ങനെയാണോ ഒരു അജണ്ട സെറ്റ് ചെയ്ത് ഇവിടെ ഒരു നരേറ്റീവ് ഉണ്ടാക്കുന്നത്, അതുപോലെ അതിനേക്കാൾ മറികടക്കുന്ന രൂപത്തിലുള്ള പ്രചരണ സംവിധാനങ്ങൾ ഇവരുണ്ടാക്കുകയാണ്. ആർക്ക് വേണ്ടിയാണ് ഇത് ഉണ്ടാക്കുന്നത്? ആരെ സഹായിക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്? അതുകൊണ്ട് മഹാനെ പോലെയുള്ള ഒരാളെ അപമാനിച്ചിട്ട് കേരളത്തിൽ അങ്ങനെ അങ്ങ് പോവാമെന്ന് ധരിക്കേണ്ടതില്ല. അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും. ശരി, വളരെ നന്ദി. വി കെ സനോജാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്, ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി.